കേരളം മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അന്തർ സംസ്ഥാന നഗരമാഫിയെ സാംസ്കാരിക കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഉൾക്കൊള്ളുക എന്ന ഉദ്ദേശത്തോടുകൂടി മർച്ചന്റ് അസോസിയേഷൻ നടത്തുന്ന ഓപ്പറേഷൻ സൂപ്പർ പിന്നാലെ കടന്നു വരികയാണ്. ലഹരി മാഫിയക്കെതിരെ ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് ജനങ്ങൾക്ക് സ്വൈര ജീവിതം ഉറപ്പാക്കുന്നതിനും പഠിക്കുന്ന കുട്ടികൾക്ക് പൂർണ്ണ ഉറപ്പാക്കുന്ന കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഉത്സവങ്ങൾ കേരള ക്യാമ്പസിലാർക്കൊക്കെ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ കുട്ടികളെ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ബാക്കിയുള്ളവരോട് ബാക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ലിയോ ലിയോ ഇപ്പോൾ ഫ്ലാഷ് മോബ് നടത്തുകയാണ്. അപ്പുറം സൈഡിൽ പോയി നിൽക്കണേ. Hey!
ലിയോ ലിയോ അപ്പുറത്തേക്ക് പോകട്ടെ ബെത്തറി പോട്ടെ അതിപ്പോൾ പിടിക്കണ്ട ഇതിലേ പോയിട്ട് ആ ഓട്ടോ സൈഡിൽ പോകുന്നു लियो लियो ഒരു സ്ഥലത്ത് നിൽക്കുക അതിലേക്ക് ഇതാവും ഷെയ്ക്കാവും ബ്രൈറ്റ്നസ് കൂടുതലാ കുട്ടികൾ നടത്തുന്ന ഫ്ലാഷ് മോബാണ് നടക്കുന്നത്. എത്രമാത്രം ശക്തമായിട്ടാണ് ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെമ്പാടും പോലീസും എക്സൈസും നടത്തുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ നന്ദി. അടുത്തതായിട്ട് ഒരു ഓപ്പറേഷൻ തൂഫാന്റെ ഒരു ഡെമോയാണ് മറ്റുള്ളവരും കൂടി മാറി നിൽക്കണം.
കേരളത്തിലെ ലഹരി മാഫിയക്കെതിരായി കേരള സർക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്നുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ഈ പ്രോഗ്രാമിന് ഫെറോ മാർച്ചന്റ് അസോസിയേഷന്റെ അവരൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായി ഞങ്ങളൊരു പ്രോഗ്രാം കൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ. ലിയോ മാറ ലിയോ ഓപ്പറേഷൻ തൂഫാൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ പൊതു പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായ സ്ഥാപിച്ചിരിക്കുന്ന ഒപ്പം തന്നെ രക്ഷാധികാരി MSMITയുടെ ഡയറക്ടർ എല്ലാവരും ഈ വേദിയിലേക്ക് കടന്നിരിക്കണം. ഒരു ക്യാമറയെ കവർ ചെയ്ത് പോകരുത്, നോക്കിയിട്ട് വേണം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോസ് കിട്ടിയിട്ടുണ്ട്. അവർ ഇതിലേക്ക് ക്യാമറ വെക്കണമെന്ന് ഓർമ്മിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിൽക്കണം. ഇന്നത്തെ ഈ ചടങ്ങ് വളരെ ലളിതമായ രീതിയിലുള്ള ചടങ്ങാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഫെറോത്തിന്റെ ഓഫീസർ എത്തിയിട്ടുണ്ട്. അവരെയും ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഫെറോ മാർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ഫ്ലാഷ് മോബും തൂഫാൻ ഡെമോയും ഒപ്പം തന്നെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ചടങ്ങുമെല്ലാമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നത്തെ ഈ ചടങ്ങിൽ ഒരു നിമിഷം ഒരു ഈശ്വര പ്രാർത്ഥന. ലൈവാണ് പോകുന്നത്. ഈ ബോധവൽക്കരണ ചടങ്ങിൽ സ്വാഗതം പറയുന്നതിനായിട്ട് മാർച്ചന്റ് അസോസിയേഷന്റെ രക്ഷാധികാരി ലൈവാണ് പോകുന്നത്. ലൈവ് പോകുന്നുണ്ടോ? വായിച്ചിരിക്കുകയാണ്. ഇത്രയും ബഹുമാനപ്പെട്ട മാർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ആൻഡ്രിൻ, പ്രിയപ്പെട്ട നമ്മുടെ ITCയിലെ പ്രിയപ്പെട്ട അക്കൗണ്ട് ഡയറക്ടർ, പ്രിയപ്പെട്ട ഫെറോ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ മഹേഷ് കുമാർ സാറ്, പ്രിയപ്പെട്ട SIമാർ, പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മുടെ നല്ലവരായ വ്യാപാരി സുഹൃത്തുക്കൾ, ഇവിടെ കരാട്ടയിൽ നല്ല ഭംഗിയായി അവതരിപ്പിച്ച അധ്യാപകരും വിദ്യാർത്ഥികളുടെ, പ്രിയപ്പെട്ട കലാപരിപാടികൾ നടത്തിയവരും ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരും, എന്തിനു വേണ്ടിയാണ് ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ബോധ്യമായി കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ തൂഫാൻ എന്ന പേരിൽ നടത്തിപ്പെടുന്ന ഈ പരിപാടി, തൂഫാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊടുങ്കാറ്റെന്നാണ്. കൊടുങ്കാറ്റിൻ്റെ സ്പീഡിൽ ഇവിടെ വ്യാപനം നടത്തുകയും ഇതുമായി പ്രവർത്തിക്കുന്നവരെ, ഇത് ഉപയോഗിക്കുന്നവരെയും ഇത് വിപണനം നടത്തുന്നവരെയും പിടിക്കുന്നതിന് വേണ്ടി കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ആരോഗ്യ വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നല്ലവരാണ്. എന്തിനാണെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ ഞങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ചെറിയ തോതിൽ വ്യാപനം നടത്തുകയും കുഞ്ഞു കുട്ടികളെ അനാഥമാക്കുന്ന രീതിയിൽ കുഞ്ഞു കുട്ടികളെ കൊണ്ട് ഇത് രുചിച്ച് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി നഷ്ടപ്പെടുന്ന അനേകം മാതാപിതാക്കൾ വിലപിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ ബസ് സ്റ്റാൻഡിൽ ഈ പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ഇത് മാതാപിതാക്കൾ കാണണം, ജനങ്ങൾ കാണണം, ബാക്കി എല്ലാവരും കാണുകയും ഇതിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട. കഞ്ചാവടിച്ച് അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ നടക്കുന്ന ആരായാലും ഇവിടെ പോലീസ് നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ഒരു കർശനമായ നടപടികൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ധൈര്യമായി കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. രാത്രിയായാൽ സ്ത്രീകൾക്ക് നമ്മുടെ ടൗണിൽ കൂടെ സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. ഇതിനൊക്കെ കുറെ കാലങ്ങളായി ഇതിനൊക്കെ ഒരു മാറ്റം വന്നെങ്കിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വളരെ ശക്തമായി ഇതിനെതിരെ നടപടിയെടുക്കുകയും ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഏകദേശം 3000-ഓളം കേസുകൾ ഇപ്പോൾ എടുക്കുകയും
3500 പേരെ അറസ്റ്റ് ചെയ്ത സാഹചര്യവുമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു വ്യാപാര സ്ഥാപനങ്ങളിലായാലും ഇത്തരത്തിലുള്ള ഒരു ചെറിയ വിപത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ദാക്ഷിണ്യവും കൂടാതെ ഞങ്ങളൊക്കെ ഈ അവസരത്തിൽ ഞങ്ങൾ പോലീസിന് ഉറപ്പ് തരികയാണ്, അതിനൊരു ജാമ്യ അപേക്ഷ പോലും ഞങ്ങൾ ചോദിക്കാൻ നിങ്ങളുടെ അടുത്ത് വരികയില്ല. കർശനമായ നടപടി എടുത്തുകൊണ്ട് ഇവിടുത്തെ സമൂഹത്തെ രക്ഷിക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്ക് ഞങ്ങൾക്കുമുണ്ട്. അതിന് നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഞങ്ങളിന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പിറവം സർക്കിള് അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് അതിനു വേണ്ട പരിഷ്കരണം നടത്തണമെന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം ഇവിടെ വന്ന് 2 വാക്ക് നമുക്ക് വേണ്ടി സംസാരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ CA സന്തോഷ് മഹേഷ് കുമാർ സാറിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടറുണ്ട്. അദ്ദേഹം എക്സൈസിലെ ചാൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ വേദിയച്ഛൻ ITC അച്ഛനാണ്. അച്ഛന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അച്ഛന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ അച്ഛൻ്റെ ITC ഇത്തരത്തിലുള്ള പരിഷ്കരണ ക്ലാസുകൾ എടുക്കുന്നതിന് വരെ അത് അച്ഛന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെയും ഞങ്ങൾ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പിറവം SI സത്യൻ സാർ ഉൾപ്പെടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിജിൽ സാർ പുതിയതായിട്ട് നല്ല പരിചയമില്ല. പ്രിയപ്പെട്ട വിജിൽ സാർ ഉൾപ്പെടെ വിജിൽ സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഇവിടെ പരിപാടി നടത്തിയ കരോട്ട മാഷ, അധ്യാപകൻ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായികൾ, വനിതാ വിങ്, പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥര്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയഭാരത്. വളരെ നന്ദി. പിറവത്ത് മർച്ചന്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫ്ലാഷ് മോബും അതുപോലെ തന്നെ തൂഫാൻ ഡെമോയും പ്രകടനവും ഒക്കെ തന്നെ ഈ ലഹരിക്കെതിരായി നടക്കുന്ന സത്യപ്രതിജ്ഞയുമെല്ലാം നടക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ വ്യാപാരികളായിട്ടുള്ളവരെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് കേരളക്കരയെ ലഹരി മാഫിയകളുടെ പിടിയിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് കൂട്ടായി കേരളത്തിലെമ്പാടുമുള്ള മർച്ചന്റ് അസോസിയേഷൻ്റെ അംഗങ്ങളും വിവിധ വ്യാപാരി സംഘടനകളും വിവിധ മേഖലയിലുള്ള ആൾക്കാരുമെല്ലാം ചേർന്നുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ തൂഫാൻ പ്രോഗ്രാമിന് വളരെ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. കേരളത്തിൽ അല്ല, മറ്റെവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കരുത് എന്നുള്ള ഒരു പ്രത്യേക കാര്യം കയ്യിലെടുത്തുകൊണ്ടാണ് കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നത്. വളരെ ശക്തമായ രീതിയിൽ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ചേർന്നുകൊണ്ട് സാധാരണ ഇപ്പോൾ ഇന്ന് രാവിലെ നടന്ന പോലെ NCC, NSS ഇതിലെല്ലാം നമ്മളെല്ലാം ഭാഗവത്താണ്. ഇവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങളെന്താ വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് എത്താമെന്ന് അറിയിച്ച അല്ലെങ്കിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി ഞാൻ പ്രസിഡന്റുകളെ നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ജനമൈത്രി പോലീസ് SHO മഹേഷ് കുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൻ്റെ ആശംസിച്ച പിറവം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ്, യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന അധ്യക്ഷൻ ആൽവിൻ പാവോടത്ത്, അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എത്തിച്ചേർന്ന ചാൾസ്, ഡോക്ടർ ബേബി മടത്തിക്കുന്നത്ത്, ആശംസ പറയുന്ന ജിജി സോണി. എന്തായാലും നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ നർക്കോ ഫണ്ട് എന്ന ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് ഇപ്പോൾ ഒരു ടൊർണാഡോയായി ജനങ്ങളുടെ ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഇത്രയും ജനകീയമായ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ടോ
സംശയമാണ്. കാരണം ഇന്ന് രാവിലെ തന്നെ നമുക്കറിയാം ഇവിടെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ 10,000-ഓളം കുട്ടികളും മറ്റ് അധ്യാപകർ, ജനപ്രതിനിധികൾ, ജനങ്ങളൊക്കെ പങ്കെടുത്ത വലിയൊരു റാലിയും പൊതുസമ്മേളനമൊക്കെ നടന്നിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് അതിൽ മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു, അത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് വൈകിട്ട് ഈ വേദിയിൽ ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം ആ പ്രൊജക്റ്റ് എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ഇപ്പോൾ ഇതിനെപ്പറ്റി നല്ല അവയർനെസ് ഉള്ള ആൾക്കാരാണ്. നമുക്കറിയാം ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 70-80% ക്രൈംസും നടക്കുന്നത് ലഹരിയുടെ ഉപയോഗം മൂലമാണ്. ഒരു 20% മാത്രമാണ് അല്ലാതെ ക്രൈംസ് നടക്കുന്നത്. അപ്പോൾ ഇത് ഈ സമൂഹത്തിനെ എത്രത്തോളം കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഓരോ വ്യക്തികൾക്കും അറിയാം. നമ്മളിത് ഇപ്പോൾ ഇത് എനിക്ക് പ്രത്യേകം ഒരു ഇവരെ അറിയിക്കാൻ തോന്നുന്നത്, കാരണം ഇതൊരു നമ്മളൊരു അടച്ചിട്ട റൂമിൽ അല്ലെങ്കിൽ ഒരു ഹാളിനകത്ത് നടത്തുന്ന പരിപാടിയല്ല. ഇതുപോലെ ജനങ്ങൾ വന്ന് കാണുന്ന ജനങ്ങൾക്കും ആണ് ഇത് ബോധമുണ്ടാകേണ്ടത്. നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും സമൂഹത്തിൽ നിന്ന് ഈ ഒരു വിപത്ത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. പോലീസോ എക്സൈസോ അവരുടെ ജോലിയാണ്, അവർ ചെയ്തോളും എന്ന് നിങ്ങൾ കരുതിയാൽ അത് വളരെ അക്ഷന്തികമായ ഒരു തെറ്റാണ്. കാര്യം ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ഇത് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കാൻ കഴിയില്ല. അതിനൊരു ജനകീയ കൂട്ടായ്മ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കരോട്ടയുടെ ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ നടന്നു. ഈ നിയമവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ലെങ്കിൽ കൂടി ഒരു കാര്യം പറയാം, എന്തായാലും അവരുടെ അടുത്തൊന്നും ആരും ഈ ലഹരി പദാർത്ഥമായിട്ട് ചെല്ലുമെന്ന് ഞാൻ തോന്നില്ല. നല്ല ഇടി കിട്ടും അല്ലേ? സൂപ്പർ ഇടി കൊടുക്കണം. അങ്ങനെ വരുന്ന ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇത്തരം സാധനങ്ങളുമായിട്ട് വരുവാണെങ്കിൽ ഇപ്പം ഇവിടെ കാണിച്ച ഡെമോൺസ്ട്രേഷൻ ഞങ്ങൾ ഓർത്തിലാക്കിയാൽ മതി. ബാക്കി നമുക്ക് നോക്കാം. നിയമവിരുദ്ധമായ കാര്യമാണ് എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഒരു ജനകീയ കൂട്ടായ്മ ഈ മർച്ചൻ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇത് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത് ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഇത് ഇനി വരുന്ന തലമുറകൾ കൂടി ഈ ലഹരിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത്തായ ക്യാമ്പയിനായിട്ട് മാറട്ടെ എന്നും ഇതിന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ പ്രതികരണങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ടും ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചു നടത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഇവിടുത്തെ മുഖ്യ പ്രഭാഷണം നടത്തുവാനായിട്ട് ലഭിക്കുന്ന എക്സൈസ് ഡോക്ടർ ചാൾസ് സാറിനെ ക്ഷണിക്കുക. വളരെ അത്യാവശ്യമുള്ളതുകൊണ്ട് CIക്ക് പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. സാറ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കേരള സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇന്ന് ഓപ്പറേഷൻ തൂഫാൻ്റെ റാലിയും പൊതുസമ്മേളനമൊക്കെ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പിറവത്തെ വ്യാപാരി വ്യവസായി അസോസിയേഷൻ ആ രീതിയിലൊരു പരിപാടി ഇന്ന് സംഘടിപ്പിക്കുകയും ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കുകയും ചെയ്തു, കരാട്ടെ കുട്ടികളെ വെച്ചുകൊണ്ട്. എന്തായാലും പോകാനുള്ളൊരു തിടുക്കമുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി നീട്ടുന്നില്ല. ഇതിന് എല്ലാവിധ ആശംസകളും ഒറ്റവാക്കി നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രഭാഷണം നടത്തുന്നതിനൊപ്പം തന്നെ ഓപ്പറേഷൻ തൂഫാന്റെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിന് വേണ്ടി എക്സൈസ് ഇൻസ്പെക്ടർ ചാൾസ് സാറിനെ ക്ഷണിക്കുകയാണ്. ഹലോ. ഈ യോഗത്തിൽ ആശംസിച്ച ഷാജു ഇലഞ്ഞിമറ്റം, അധ്യക്ഷൻ ആൽബിൻ പാവോടത്ത്, ഉദ്ഘാടനം ചെയ്ത മുകേഷ് കുമാർ സാർ, മുഖ്യാതിഥി ഡോക്ടർ ഫാദർ ബേബി മടത്തിക്കുന്നുമായി ആശംസകൾ അറിയിക്കുന്ന ജിജി സോൾ. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ഒരു പ്രോഗ്രാമാണ് മർച്ചൻസ് അസോസിയേഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഒരു തുടക്കമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോടൊപ്പം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മുഴുവൻ പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ ഇവിടെ വാഗ്ദാനം ചെയ്യുകയാണ്. സമൂഹത്തിൽ കൂടുതൽ ആളുകൾക്ക്, താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഇതിനെതിരെ ഒരു പ്രതിരോധം തീർക്കുന്നതിനായിട്ടുള്ള ഒരു പിന്തുണ ഇവിടെ
പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പിറവം എക്സൈസ് ഓഫീസിൻ്റെയും പിന്തുണ ജനങ്ങൾക്കും എല്ലാവർക്കുമുള്ള ഇത് ഞാൻ അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. നമ്മുടെ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട എല്ലാവരും കൈ നീട്ടിപ്പിടി വലത് വലത് ഫ്രണ്ടിലേക്ക് സ്റ്റാൻഡ് എടുത്തൊന്നുമില്ല, കൈ കഴിച്ചതാ. ഓക്കെ, കുഴപ്പമില്ല, അപ്പോൾ തീരും. സ്റ്റാൻഡിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. കുടുംബത്തിന് സമാധാനമാണ് അത്യാവശ്യം. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം വിതരണം ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരള പോലീസും എക്സൈസും മർച്ചന്റ്സ് അസോസിയേഷനും ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഇന്നത്തെ ചടങ്ങിലെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് MSMITCയുടെ ഡയറക്ടർ രവികൃഷ്ണൻ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പിറവം മർച്ചന്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ആൽവിൻ പാവോടത്ത്, മർച്ചന്റ് അസോസിയേഷൻ്റെ രക്ഷാധികാരി, സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട ഷാജു ഇലഞ്ഞിമറ്റം സാർ, ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പിറവം SHO മഹേഷ് കുമാർ സാർ, ഇന്ന് നമുക്ക് വേണ്ടി ഈ പ്രതിജ്ഞ ചെല്ലുകയും അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത ചാൾസ് സാറ്, മറ്റ് പ്രമുഖരായ വിശിഷ്ട അതിഥികളെ, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഏറെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ. പിറവം മർച്ചന്റ് അസോസിയേഷനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ നടത്തുക എന്ന് പറഞ്ഞാൽ പുതിയൊരു നേതൃത്വവും ഈ പിറവത്തിന്റെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ പുതിയ തലമുറ വളർന്നു വരുമ്പോൾ അവരോടുള്ള ഒരു കരുതലായിട്ടാണ് ഈ മർച്ചന്റ് അസോസിയേഷൻ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു ഇൻഡസ്ട്രിയൽ കോളേജിന്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. ഇൻഡസ്ട്രിയൽ കോളേജ് എന്ന് പറഞ്ഞാൽ പിറവത്തെ പണ്ടത് ITC ആയിരുന്നു, ഇപ്പോഴത് ITI ആണ്. ഏതാണ്ട് 8000-ഓളം കുട്ടികൾ വിവിധ മേഖലകളിൽ പഠിച്ച് ഈ പിറവത്തിന്റെ ഇൻഡസ്ട്രി മർച്ചന്റ് മേഖലകളിൽ അനേകം കുട്ടികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ സ്റ്റാഫും അതിന്റെ മാനേജ്മെന്റും ഏറ്റവും അധികം പ്രയാസപ്പെട്ട കാര്യം, പല കുട്ടികളും ലഹരിക്ക് അടിമകളായിരുന്നു. പിന്നീട് പലരെയും കണ്ടെത്തി, അതിനെതിരെ പല സംരംഭങ്ങളും ഞങ്ങൾ നടത്തി, പല പ്രചാരണവും നടത്തി. സെന്റ് ജോസഫും മറ്റു സ്കൂളുകളുമെല്ലാം സഹായിച്ചുകൊണ്ട് MSMITയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം നടത്തി. ഇപ്പോൾ കേരളത്തില് തൂഫാൻ എന്ന പേരിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് ഈ ലഹരി മാഫിയയുടെ നട്ടെല്ല് തകർക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏറ്റവും ആവശ്യമാണ്. കുട്ടികളും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം പറയാനുള്ളൂ, ജീവിതമാണ് ലഹരി. ഏറിയാൽ 80, 90 അല്ലെങ്കിൽ 100 വർഷം ജീവിക്കുമ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കുന്ന തലമുറ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നമ്മൾ പലപ്പോഴും നല്ല ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തന്നെ കുട്ടികള്, വളർന്ന തലമുറ, ചെറുപ്പക്കാരായ ആളുകള് ഈ ടൗണിന്റെ പല മൂലകളിലും അന്തിമയങ്ങുമ്പോൾ ലഹരിക്ക് വേണ്ടി ഓടി അതിനുശേഷം ജീവിതം നശിപ്പിക്കുന്ന, കൂമ്പണിഞ്ഞു പോകുന്ന ജീവിതങ്ങളാകുന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. ഇതിനെതിരെ ജനകീയമായ കൂട്ടായ്മയാണ്, അതിന്റെ ഒരു ഭാഗം കൂടിയാണ് മർച്ചന്റ് അസോസിയേഷന്റെ പേരിൽ നടക്കുന്ന ഈ പ്രോഗ്രാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ ഇന്ന് പ്രത്യേകിച്ച് ലോകം മുഴുവൻ ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്.
ഐക്യരാഷ്ട്ര സഭ അത് പ്രഖ്യാപിച്ചതിന് ശേഷം ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ഇന്ന് ലോകം മുഴുവൻ അവബോധമുള്ളവരെ കൊണ്ടിരിക്കുകയാണ്. ജീവിതമാണ് ലഹരി, ജീവിതത്തിനപ്പുറം ലഹരിയില്ല. എത്രയോ നല്ല കാര്യങ്ങള്, സാംസ്കാരിക മുന്നേറ്റങ്ങള്, അതുപോലെ സാമൂഹിക നന്മയൊക്കെ ചെയ്ത് ജീവിക്കേണ്ട ചെറുപ്പക്കാര് ഈ വക ലഹരിക്ക് അടിമകളായി ജീവിതം നശിക്കുമ്പോൾ, സമൂഹത്തോട് ബാധ്യതയില്ലാതെ കഴിയുമ്പോൾ ജീവിതം ഒരു ലഹരിയല്ല, നിരാശ നിറഞ്ഞ ആത്മഹത്യയിലെ ഒക്കിലേക്ക് കടന്നു പോകുന്ന അനേകം ചെറുപ്പക്കാരെ ഇന്ന് കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മുടെ സമൂഹത്തെ ഇന്ന് വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരിയാണെന്ന കാര്യം നമ്മൾ മറക്കരുത്. അതിനെതിരെ ഒരു നല്ല കാര്യമാണ് പിറവത്തെ മർച്ചന്റ് അസോസിയേഷന്റെ പേരിൽ നിങ്ങൾ നടത്തുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അനുമോദനങ്ങളും. ഇതുപോലെയുള്ള പ്രോഗ്രാം ഇനിയും വേണം. പ്രവൃത്തിന്റെ എല്ലാ മേഖലയിലുള്ള ആളുകളെയും സംഘടിപ്പിച്ച് ഒരുമിച്ച് ഒരു ജനകീയ മുന്നേറ്റമായി ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു ഹോളിനകത്ത് പ്രോഗ്രാമിലുപരിയായി ഇവിടുത്തെ ഈ നാടിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രം പോലെ കണക്കാക്കാവുന്ന ഈ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ തന്നെ ഇതുപോലൊരു പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ, ധാരാളം നന്മയുണ്ടാകട്ടെ, ധാരാളം വിജയം ഉണ്ടാകട്ടെ. കുട്ടികൾക്ക് നല്ല അവബോധമുള്ളവരായി വളർന്നു വരുവാൻ, ആരോഗ്യമുള്ളവരായി വളർന്നു വരുവാൻ നമ്മുടെ കരാട്ടെ പരിശീലിച്ച കുട്ടികളുടെ പ്രകടനം നാം കണ്ടു. സമൂഹം ആരോഗ്യമുള്ളവരാകുന്നത്, സമൂഹത്തിന് ആരോഗ്യം ഉണ്ടാകുമ്പോഴാണ് സമൂഹ വികസനം ഉണ്ടാവുക, സംസ്കാരം ഉണ്ടാവുക, നന്മ ഉണ്ടാവുക. ഏറ്റവും നല്ല സമൂഹമായി മാറുകയുള്ളൂ. അങ്ങനെ നല്ല സമൂഹമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഡയറക്ടർ ഫാദർ ഡേവിഡ് വർഗീസിന് നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഏറ്റവും പ്രത്യേകത ഓപ്പറേഷൻ തൂഫാനാണ്. നമ്മൾ റാലിയായിട്ട് വന്നെങ്കിലും ഇതിന് വളരെ വ്യക്തമായ രീതിയിൽ ഒരു പ്രോഗ്രാം തയ്യാറാക്കി ഇവിടെ വന്ന ഈ ഒരു കുട്ടികളുമായി എത്തിയ സെൻസായി അനൂപ് സാറിന് ഈ അവസരത്തിൽ എക്സൈസ് ഓഫീസർ ചാൾസ് സാർ ഒരു പൊന്നാനി എണീച്ച് ആദരിക്കുകയാണ്. താങ്ക് യു. നമ്മുടെ ഈ പ്രോഗ്രാമിന് എത്തിയ എക്സൈസിലെ ചാൾസ് സാറിന് നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി ഒരു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റ്, പുതിയ പ്രസിഡന്റ് ജിജി സോണിയെ ക്ഷണിക്കുക. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, വ്യാപാരി വ്യവസായി കുടുംബാംഗങ്ങളെ, ഇന്ന് ഈ ഒരു ദിവസം ജൂൺ 26 ലോക ലഹരി വിമുക്ത ദിനം. ഈ ഒരു ദിനത്തിൽ ഇവിടെ വനിതാ വിങ്ങിൻ്റെ ഒരു പ്രാതിനിധ്യം കേരള മർച്ചന്റ് അസോസിയേഷൻ മാതൃസംഘടനയോടൊപ്പം ചേർന്ന് നടത്തുവാനും അവരോടൊപ്പം ചേരുവാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വരും തലമുറയിൽ ഈ ലഹരിയിലൂടെ നശിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അത് അനുഭവിക്കുന്നത് നാം ഓരോരുത്തരുമാണ് എന്ന ഒരു ചിന്ത ഞങ്ങളിൽ എല്ലാവരിലും ഉള്ളതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ഈ മാതൃസംഘടനയോടൊപ്പം ചേർന്ന് ഈ ഒരു ദിനത്തിൽ ഈ കേരള പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെയുള്ള ഈ ഒരു കൂട്ടായ പ്രവർത്തനം ഓപ്പറേഷൻ തൂഫാൻ എന്ന ഈ ഒരു പരിപാടിയിൽ ഞങ്ങളുടെ പ്രാതിനിധ്യം ഞങ്ങൾ കാണിച്ചത്, അതിന് എല്ലാ സഹകരണ അതിൻ്റെ രണ്ട് കലാകാരന്മാരാണ് നമ്മളോട് കൂടെ എത്തിയിരിക്കുന്നത്. മിസ്റ്റർ അജിത്ത്, അദ്ദേഹത്തിന് നല്ലൊരു ഷെയ്ക്കാൻഡ് കൊടുത്ത് എലിഞ്ഞോട്ടിൻ്റെ ഷായിച്ചേട്ടൻ, കാരണം ഏറ്റവും ആദരണീയനായ യോഗത്തിൻ്റെ സംഘാടകൻ ബഹുമാനായ പിറവം മർച്ചന്റ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്